3 മണിയാവുമ്പോൾ പോകാൻ പറഞ്ഞു, ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഇങ്ങനെ കെട്ടിവെക്കും. ആൻഡ് അഴിക്കുമ്പോൾ ദിസ് ഈസ് മൈ ഹെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ 2 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പനി വന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് സമയം വന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഡെലിവറി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഒരു 11 ദിവസമായി. ലൈക്ക് ഇന്നിപ്പോൾ ഏതാ ഡേറ്റ്? April 6. സോ April 6 ഇന്നായിരുന്നു എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കാനിങ് പ്രകാരം. ആൻഡ് ഡെലിവറി ഉണ്ടായിരുന്നത് March 26 അപ്പം കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എൻ്റെ 11th ഡേ ആണ് ഡെലിവറി കഴിഞ്ഞിട്ട്. ആൻഡ് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താ റീസൺസ് ചോദിച്ചു, എന്ത് സി സെക്ഷനായി, എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നോ, എങ്ങനെയുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാം. ഓരോന്നിനും കമൻറ്റ് കൊടുക്കുന്നതിനേക്കാളും ലൈക്ക് അതായിരിക്കുമല്ലോ ബെറ്റർ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ മടഞ്ഞിടലാണ്. ഫുൾ ഇങ്ങനെ കെട്ടിവെക്കും. ആൻഡ് അഴിക്കുമ്പോൾ ദിസ് ഈസ് മൈ ഹെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമാക്കി. നോക്കൂ, യെസ്, ഹീറ്റ്ലെസ് ഗേൾസ്. എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ നമുക്ക്. അപ്പം ഇതാണ് എൻ്റെ അറ്റ് പ്രസൻറ്റ് കോലം എന്ന് പറയുന്നത്. എനിക്കത്ര മോശമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കങ്ങനെ വലിയ മാറ്റമായിട്ടൊന്നും തോന്നുന്നില്ല. ആൻഡ് വിസിബിളി ഇല്ല മാറ്റങ്ങൾ ഞാൻ പറയാം. അപ്പം പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു. നെക്കിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഓയിലും കുറേ ക്രീംസൊക്കെ തേച്ച് നോക്കി. പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ബട്ട് ഡെലിവറിയുടെ വെരി നെക്സ്റ്റ് ഡേ കുറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 80% തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, മുന്നത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ഡാർക്കായിരുന്നു. ആൻഡ് ഇപ്പം കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതിന് കുറച്ച് മെല്ലെ ഗ്രാജുവലി കുറയും നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണോ ഇങ്ങനെ തന്നെയാണ് എൻ്റെ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇനി ഗ്രാജുവലി ഓരോന്നായിട്ട് നോക്കാം. സ്ട്രെച്ച് മാർക്സിൻ്റെതും ഡിസ്കളറേഷൻ്റെതും. പക്ഷേ കുറേയൊക്കെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറയുമായിരിക്കും. അപ്പോൾ അതാണ്. പിന്നെ മുഖത്തും എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ വീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോർമലായി. അപ്പം അങ്ങനെയാണ്. മെയിനായിട്ടുള്ളത് ഈ ഡിസ്കളറേഷൻ ആയിരുന്നു. അപ്പോൾ നല്ല മാറ്റമുണ്ട് ഇപ്പം. പിന്നെ ഹെയർ കുളിച്ചപ്പോൾ എനിക്ക് നല്ലോണം മുടി പോകുന്ന പോലെ തോന്നി. ഇങ്ങനെ പോകും. ഇതൊന്നും ഞാൻ ഇപ്പോൾ മൈൻഡാക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാ. അപ്പോൾ ഇതാണ് അറ്റ് പ്രസൻറ്റുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഡെലിവറി പാർട്ടിലേക്ക് കിടക്കാം. അപ്പം 26th മാർച്ചിനായിരുന്നു എൻ്റെ ഡെലിവറി നടക്കുന്നത്. 25th മാർച്ചിന് ഞാൻ അഡ്മിറ്റായി. അതിന് മുന്നേ ലൈക്ക് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ അതിന് മുന്നത്തെ സാറ്റർഡേ, പെരുന്നാളിൻ്റെ വരെ നെക്സ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു 21 മാർച്ചിന് എനിക്ക് നല്ലൊരു പനി വന്നു. പനി വെച്ച് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു, കഫക്കെട്ടുണ്ടായിരുന്നു. ആൻഡ് തലവേദന വാസ് എക്സ്ട്രീം. അതായിരുന്നു മെയിൻ. അപ്പോൾ എനിക്ക് തലവേദനയും BP തമ്മിൽ വല്ല വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെൻഷനൊക്കെ ആയി. ഒന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കേണ്ട, നമുക്ക് നോക്കിയിട്ട്, കാരണം കണ്ടീഷൻ അതാണല്ലോ, അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാറ്റർഡേ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ആൻഡ് രാവിലെ ആൻറ്റിബയോട്ടിക്സ് കയറ്റി, അതുപോലെ തന്നെ നെബുലൈസേഷൻ ചെയ്തു. അങ്ങനെ ഒരു ഉച്ചവരെയായി. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡോളോ കഴിച്ചു. അവർ എനിക്ക് അങ്ങനെ ഇഞ്ചക്ഷനും ഡ്രിപ്പൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് ഉച്ചശേഷം ആകുമ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നു. അപ്പോൾ പറഞ്ഞു വൈകുന്നേരം ഒരു 7:30 ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെതും കൂടി എടുത്തിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7:30 മണിയാകുമ്പം, ലൈക്ക് അന്ന് രാവിലെ മുതൽ ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. 7:30 മണിയാകുമ്പോൾ ഞാനൊരു ഡ്രിപ്പും കൂടി എടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ വീണ്ടും ഹൈ ആയി, ലൈക്ക് നല്ലോണം കൂടി. അപ്പോൾ വീണ്ടും ഒരു ഡോളോ കഴിച്ച് വീണ്ടും ഒബ്സർവേഷനിൽ കിടത്തി. അങ്ങനെ ഞാനൊരു 9:30-10 മണിയാകുമ്പോഴാണ് അന്ന് രാത്രി വീട്ടിലെത്തുന്നത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും കൂടി ഉണ്ടായിരുന്നു. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു യൂറിനേറ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞു. ബൈ ദ വേ, ഷിറ്റ്മണി സ്ലീപ്പിംഗ് ഹിയർ. അയ്യോ അപ്പം അതായിരുന്നു. അങ്ങനെ അന്ന് കഴിഞ്ഞു. അപ്പം അന്ന് ഭയങ്കര
ക്ഷീണമായിരുന്നു ഫുള്ള്. കൈക്ക് ട്രിപ്പ് കയറ്റി ഇതിൻ്റെയും കൈക്കില്ല ഇതിൻ്റെ പെയിനൊക്കെ. അപ്പോൾ അതിൻ്റെ ഓരോ ക്ലിപ്സൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആൻഡ് അറിയിക്കോ ഇപ്പം കിടന്നതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ എന്നോട് വീണ്ടും പോകാൻ പറഞ്ഞു. അപ്പം ഇത് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ക്യാനുലൊക്കെ. അതിൻ്റെ നെക്സ്റ്റ് ഡേ വീണ്ടും പോയി, രാവിലെ പോയി നെബുലൈസേഷൻ ചെയ്തു, ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു, ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും അന്ന് വൈകുന്നേരം പോയി. അത് സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു അന്ന് ഇത് എടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, ക്യാനുല കഴിഞ്ഞില്ലേന്ന്. പക്ഷെ പറഞ്ഞു ഇല്ല, മൺഡേയും കൂടി വരണം, മൺഡേയും വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. BP-യും ബാക്കി കാര്യങ്ങളും FSH ഒക്കെ എടുത്തപ്പം ഹാർട്ട് ബീറ്റും കുട്ടിയുടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ടൈമിൽ 92 kg ആയിരുന്നു എൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ മുട്ടടിച്ചു അങ്ങനെ സെക്കൻഡ് ഡേ കഴിഞ്ഞു, സൺഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് അന്നും പറഞ്ഞു മൺഡേ ഡോക്ടറെ കണ്ടിട്ട് നമുക്കെല്ലാം കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം, ക്യാനൽ അഴിക്കാം, ഡോസ് നിർത്തണമെന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൺഡേ മോർണിംഗ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അന്ന് സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ ഏകദേശം പറഞ്ഞു ഇത് മൺഡേ വെനസ്ഡേ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേദനയൊന്നും വന്നിട്ടില്ലല്ലോ, ഞാൻ ഇത്ര പെട്ടെന്ന് അഡ്മിറ്റ് ആകണോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നേ. പറയുമല്ലോ നമ്മൾ ഒന്നുകിൽ വാട്ടർ ബ്രേക്ക് വരും, അല്ലെങ്കിൽ കോൺട്രാക്ഷൻസ് വരും, ഒരു വേദന വരും എന്നൊക്കെ പറയും. ആ സമയത്താണല്ലോ നമ്മൾ പോയി അഡ്മിറ്റ് ആവുക. അപ്പോൾ എന്നോട് നേരത്തെ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ C-സെക്ഷൻ ആണെന്നോ അങ്ങനെ എലക്റ്റീവ് അങ്ങനത്തെ വേറെ കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ ഇത്ര പെട്ടെന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞതെന്നൊക്കെ. അപ്പം അന്ന് മൺഡേ തേർഡ് ഡേ ഞാൻ പോയി, ഇതുപോലെ ആൻറ്റിബയോട്ടിക് എടുത്തു, അതുപോലെ തന്നെ നെബുലൈസേഷൻ ചെയ്തു. പിന്നെ ഡോക്ടറെ കാണാൻ പോയ ടൈമിൽ പറഞ്ഞു ഇപ്പം പനിയൊക്കെ ഏകദേശം യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് ഏകദേശം കുറഞ്ഞു. എനിക്കൊരു യൂറിക് ആസിഡിൻ്റെ ഒരു പൗഡർ തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ തന്നെ. അത് ചൂടുവെള്ളത്തിൽ കുടിച്ച സമയത്ത് തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. കുറേ വെള്ളം കുടിച്ചു, കാരണം പനി വന്ന സമയത്ത് ഞാൻ ആകെ ഫുഡും വാട്ടറും നല്ലോണം കുറഞ്ഞു, അതിൻ്റെ തന്നെ എനിക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഏകദേശം സെറ്റായി. ഇനി നോക്കേണ്ടത് എങ്ങനെയാണ് ബേബിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണെന്നായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ 2 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പനി വന്ന സമയത്ത്. 90 to 90 ആയി. അപ്പം പിന്നെ ബേബിയുടെ വെയിറ്റും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിങ്ങിൽ നോക്കിയ സമയത്ത് ഓൾമോസ്റ്റ് 39th വീക്ക് സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ആ വീക്കിൽ വേണ്ട വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 25th തന്നെ അഡ്മിറ്റ് ആവാമെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ വേദന വന്നിട്ടില്ല, അന്ന് തന്നെ ഞാൻ പ്രസവിക്കുന്ന ഉറപ്പുണ്ടോ, എന്തിനാണ് ഞാൻ ഇത്ര വേഗം അഡ്മിറ്റ് ആവുന്നതെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഫ്ലൂയിഡ് ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്, അതൊരു സൈനാണെന്ന് കേട്ടിട്ടുണ്ട് ആവാറായി എന്നുള്ളത്. പിന്നെ നോക്കുമ്പം സെർവിക്സ് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഡയലേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ബേബി വെയിറ്റും ഒക്കെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിനി കൂടുതൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, April 6th ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. 6th കുറേ ദിവസങ്ങളൊന്നുമില്ല, കുറേ മാസങ്ങൾ, ഫ്യൂ ഡേയ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു, നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനും ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മൺഡേ തിരിച്ചു വന്നു. 23rd. അത് കഴിഞ്ഞ് 24th ഞാൻ ഫുൾ ഫ്രീ ആയിരുന്നു വീട്ടിൽ തന്നെ. അപ്പം അന്ന് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് മന്തിയൊക്കെ കഴിച്ച് തന്നെ സെറ്റായി. നേരത്തെ പറഞ്ഞുകൊണ്ട് വലിയ ഒട്ടപ്പാച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നൈസായിട്ട് 25th തന്നെ പോകാൻ പറ്റി. അങ്ങനെ 25th ഉച്ചയ്ക്ക് ശേഷം എന്നോട് പോകാൻ പറഞ്ഞു. 25th ഒരു ഈവനിങ് ആകുമ്പോൾ ഞാൻ പോയി അഡ്മിറ്റായി. അങ്ങനെ 25th ആയി, രാവിലെ എണീച്ചു. അപ്പം എന്താ പറയുക, വേദനയൊന്നും വരുന്നില്ലല്ലോ, പക്ഷെ ഇന്ന് പോകണമല്ലോ, എന്തായിരിക്കും സംഭവിക്കാമെന്നുള്ള ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ഒരു നെർവസ്നെസ്സും അങ്ങനെ എന്തെല്ലോ കൂടി ഒരു ഇമോഷനായിരുന്നു രാവിലെ മുതലേ. ഞാൻ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം. എന്തൊക്കെയോ ആയിരുന്നു, ഫുഡ് കഴിക്കണം, ഫുഡ് ഉണ്ടാക്കണം, എന്നോട് കുറേ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി. ഞാൻ ഒരു ഡ്രസ്സ് എടുക്കാൻ ഒരിക്കൽ കയറി തിരിച്ചു വരും, ആദ്യം ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് സ്റ്റെപ്പ് കുറേ കയറി ഇറങ്ങി. പിന്നെ എന്താ പറയുക, മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ആക്റ്റീവായിരുന്നു അന്നേ ദിവസം. കാരണം ഈ ലോ ലൈൻ ക്ലാസ് ഉണ്ടാകുന്ന പറഞ്ഞ് കുറേ കാലം ഒന്നും ചെയ്തിട്ടുമില്ല. അവസാന നിമിഷമാകുമ്പോൾ നല്ലോണം എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കൂടെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്നു അന്ന് എനിക്ക് വയറ് വേദനയ്ക്ക് ഒരു കൈൻഡ് ഓഫ് കോൺട്രാക്ഷൻ വരാറുണ്ട്. ഒരു തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നെന്തായാലും പോകേണ്ടതല്ലേ, രണ്ടും കൽപ്പിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു.
കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, ഇന്നിപ്പോൾ പോയി എന്താ ഇപ്പോൾ സംഭവിക്കുക, വേദനയും വന്നിട്ടില്ല, സമയമായെന്ന് വെച്ചാൽ 39th വീക്ക് സ്റ്റാർട്ട് ചെയ്തു, പറയാൻ മാത്രം സമയമായി. അങ്ങനെ എല്ലാവരും കൂടെ എന്നാൽ പിന്നെ ഇന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്, ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വേണമെന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഫൈനൽ ഒരു പാക്കിംഗ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, അതും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പക്ഷേ ആ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയേ, അതൊക്കെ എടുത്തിട്ട് പോയി. എന്നിട്ട് ഹോസ്പിറ്റലിലെത്തി. കറക്റ്റ് ഒരു 7 മണിയാകുമ്പം ഞാൻ ഹോസ്പിറ്റലിലെത്തി. കറങ്ങിത്തിരിഞ്ഞ് 7 മണിയായി. അപ്പോൾ ഡോക്ടർ നോക്കി സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഓക്കെ, ബേബി വെയിറ്റ് ഓക്കെയാണ്, പിന്നെ ഇതുപോലെ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൺഫർമേഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇനി നാളെ വന്നോ എന്ന് പറയുമായിരിക്കും. അപ്പം ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്ക് റൂം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. ഞാനും അച്ഛനും അമ്മയും അശ്വിനും ഉണ്ടായിരുന്നു. നമ്മൾ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവർക്ക് റൂം അവർക്ക് കിട്ടി. എന്നെ ആ ടൈമിൽ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ സ്കാനിങ്ങിന് മിക്കപ്പോഴും ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടർ ഇപ്പം ലേബർ റൂമിലോ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് പോവുക. അപ്പോൾ ആ റൂം എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു റൂമല്ല. പിന്നെ ഡെലിവറി നടക്കുന്ന റൂമിലും ഞാനൊരു ദിവസം കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ബെഡ് അവൈലബിൾ അല്ല, അപ്പോൾ ഈ ഡ്രിപ്പ് കയറ്റുന്ന സമയത്ത്. അതുകൊണ്ട് ആ സ്ഥലവും എനിക്ക് പരിചയമുണ്ട്. അത് കഴിഞ്ഞ് OT, നമ്മളെ പോസ്റ്റ് OT ഓപ്പറേഷൻ തിയേറ്റർ മീൻസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയും ഞാൻ ഒരു ദിവസം ഫുള്ള് കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. അവിടെ എനിക്ക് ലേബർ റൂം എന്ന് പറഞ്ഞൊരു പേടി ഉണ്ടായിരുന്നില്ല. ഇത് സ്കാനിങ്ങിന് പോകുന്ന റൂമല്ലേ, അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയത്. അങ്ങനെ അവിടെ പോയി. അവിടെ നിന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റും ബ്ലഡ് ക്ലോട്ടിങ്ങും ബ്ലീഡിങ് ടൈം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇങ്ങനെ, അതായത് ബേബിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അങ്ങനെ എന്നോട് കുറച്ച് കിടന്നു PV ചെയ്തു ആ ടൈമിൽ തന്നെ. അപ്പോൾ ഏകദേശം സെർവിക്സ് സോഫ്റ്റാണ്, നോക്കാം എന്തായാലും അങ്ങനത്തെ രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു റൂമിൽ പോയിക്കോ, റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്, റൂമിൽ പോയി ഇരുന്നോളൂ, ഫുഡ് നല്ലോണം കഴിച്ചു, മാക്സിമം നടന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞു. രാവിലെ നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അന്ന് ഫുള്ള് നല്ലോണം നല്ല റെസ്റ്റ് എടുത്തോ, നല്ലോണം ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി ഫുള്ള് ഞാൻ ഫ്രീ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നടന്നു. ഞാൻ അതിൻ്റെ വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പം അങ്ങനെ നടന്ന് ഫുഡൊക്കെ കഴിച്ചപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച്, ഇവിടെ കാഞ്ഞങ്ങാട് രാജില ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ എനിക്ക് അതുതന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതുതന്നെ കഴിച്ചു. ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ കുറേ നടന്നു. പക്ഷേ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ഞാനായിട്ട്. അപ്പം കാരണം നമ്മളെത്രത്തോളം ആക്റ്റീവാണോ, നമ്മളെത്രത്തോളം എനർജറ്റിക് ആണോ, അത് നമ്മളെ കൂടെയുള്ളവരെയും കൂടി ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണല്ലോ. അപ്പം ഞാൻ മാക്സിമം അങ്ങനെ നിൽക്കാനാണ് നോക്കിയത്. അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് അന്നത്തെ നൈറ്റ് കഴിഞ്ഞു. അപ്പം ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്നോടൊരു 3 മണിയാവുമ്പം പോകാൻ പറഞ്ഞു, ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.